new reading on classical characters as our fifth session of Book Brahma Literature Festival 2024. May I now invite Mr. K.V. Sajai, Mr. Alokan Leela Krishnan, Mr. Govinda Varma Raja, and Mr. T.P. Vinod. For your information, Mr. T.P. Vinod will be the moderator for today's session. Book Brahma Literature Festival 2024 ಈಗ ನಡೀತಿರುವಂಥದ್ದು 5ನೇ ಗೋಷ್ಠಿ. ನ್ಯೂ ರೀಡಿಂಗ್ ಆನ್ ಕ್ಲಾಸಿಕಲ್ ಕ್ಯಾರೆಕ್ಟರ್ಸ್, ಪಾರಂಪರಿಕ ಪಾತ್ರಗಳ ಹೊಸ ಓದು. ಪಾರಂಪರಿಕ ಪಾತ್ರಗಳು ಅಥವಾ ಕ್ಲಾಸಿಕಲ್ ಕ್ಯಾರೆಕ್ಟರ್ಸ್ ಅಂತ ಹೇಳಿದ ತಕ್ಷಣ ನಮಗೆ ರಾಮಾಯಣ ಮಹಾಭಾರತದ ಪಾತ್ರಗಳೇ ನಮ್ಮ ಕಣ್ಮುಂದೆ ನಿಲ್ಲುತ್ತೆ. ಆದರೆ ಕನ್ನಡದ ಮಟ್ಟಿಗೆ ನಾವು ಅನ್ಕೊಂಡಾಗ ನಮಗೆ ಮಂಟೇಸ್ವಾಮಿ, ಮಲೆಮಾದೇಶ್ವರ, ಯಲ್ಲಮ್ಮನ ಕಾವ್ಯಗಳು ನಮ್ಮ ಕಣ್ಮುಂದೆ ಬರುತ್ತೆ, ಆ ಪಾತ್ರಗಳು ಬರ್ತವೆ. ಈ ಎಲ್ಲ ಪಾತ್ರಗಳ ಬಗ್ಗೆ ನೋಡ್ತಿರ್ಬೇಕಾದ್ರೆ ಹಳೆಯ ಸಾಹಿತ್ಯದಲ್ಲಿ ಬಿಂಬಿತವಾಗಿರುವಂತಹ ಈ ಪಾರಂಪರಿಕ ಪಾತ್ರಗಳು ನಮ್ಮ ಕಾಲದ ಹೊಸ ದೃಷ್ಟಿಕೋನದಿಂದ ನೋಡಿದಾಗ ಹೊಸ ಅರ್ಥಗಳನ್ನ ಪಡ್ಕೊಳ್ತವೆ. ಹೀಗಾಗಿ ಮಂಟೇಸ್ವಾಮಿ, ಮಲೆಮಾದೇಶ್ವರ ಪಾತ್ರಗಳನ್ನ ಅವತ್ತಿನ 15ನೇ ಶತಮಾನದಲ್ಲಿದ್ದಂತಹ ಈ ಪಾತ್ರಗಳು ಇವತ್ತಿನ ಕಾಲದಲ್ಲಿ ಯಾವ ರೀತಿ ಇರುತ್ತೆ, ಅಥವಾ ಪಾರಂಪರಿಕ ಪಾತ್ರಗಳಾದಂತಹ ಕ್ಲಾಸಿಕಲ್ ಕ್ಯಾರೆಕ್ಟರ್ಸ್ಗಳು ಯಾವ ರೀತಿ ಇರುತ್ತೆ, ಒಂದು ವಿಶೇಷವಾದಂತಹ ಒಂದು ಗೋಷ್ಠಿ ಇದು. ತುಂಬಾ ಚೆನ್ನಾಗಿರುತ್ತೆ. ಇದರಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಇದ್ದಾರೆ ಶ್ರೀಯುತ KV ಸಜಯ್, ಆಮೇಲೆ ಗೋವಿಂದರಾಮರಾಜ ಅವರು ಮತ್ತು TP ವಿನೋದ್ ಅವರು. ದಯಮಾಡಿ ಅವರನ್ನ ನಾವು ವೇದಿಕೆಗೆ ಬರ್ಮಾಡ್ಕೊಳ್ಳೋಣ. ವೆಲ್ಕಮ್ ಸರ್. ಶ್ರೀ KV ಸಜಯ್, ಗೋವಿಂದ ವರ್ಮರಾಜ, ಶ್ರೀ TP ವಿನೋದ್. ನ್ಯೂ ರೀಡಿಂಗ್ ಆನ್ ಕ್ಲಾಸಿಕಲ್ ಕ್ಯಾರೆಕ್ಟರ್ಸ್, ಬುಕ್ ಬ್ರಹ್ಮ ಲಿಟರೇಚರ್ ಫೆಸ್ಟಿವಲ್ 2ನೇ ದಿನದ 5ನೇ ಗೋಷ್ಠಿ. ವಿಶೇಷವಾದಂತಹ ವಿಷಯದೊಂದಿಗೆ ಅವರು ಬರ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ನಾವು ಪ್ರೀತಿಯ ಸ್ವಾಗತವನ್ನ ಈ ವೇದಿಕೆಯ ಪರವಾಗಿ ಬಯಸೋಣ. ವೆಲ್ಕಮ್ ಸರ್. ಈ ಒಂದು ಸೆಷನ್ನ നിർവഹണയുടെ മോഡറേറ്റർ ആಗಿ TP വിനോദ് അവരിದ್ದಾರೆ. ഓവർ ടു യു സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ഈ ടൈറ്റിൽ ന്യൂ റീഡിംഗ് ഓൺ ക്ലാസിക്കൽ ക്യാരക്ടേഴ്സ് എന്നാണ്. ക്ലാസിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ പുതിയ കാലത്തെ പുതിയ വായനകളെക്കുറിച്ച് സംസാരിക്കാനാണ്. വളരെ എമിനൻ്റ് ആയിട്ടുള്ള 2 സ്കോളേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്, സജയ് സാറും ഗോവിന്ദവർമ്മ സാറും. അപ്പോൾ ഫിക്ഷൻ എന്നത് കാലാതിവർത്തിയായ ഫിക്ഷൻ, അതിൻ്റെ സവിശേഷതകളെ പറ്റി ചെറുതായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരെ സംസാരിക്കാൻ ക്ഷണിക്കാം. ഒന്ന്, സാഹിത്യത്തിൻ്റെ അല്ലാത്തൊരു മേഖലയിൽ നിന്നൊരു ചെറിയ കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. ഊറി ഹാസൻ എന്ന പേരുള്ള ഒരു സയൻറ്റിസ്റ്റ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസിൽ ഗവേഷണം ചെയ്യുന്ന ഒരാളാണ്. മനുഷ്യ മനസ്സുകളിൽ കഥ, ഫിക്ഷൻ, കൽപ്പിത യാഥാർത്ഥ്യം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിനെ പറ്റി ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടന്നൊരു ഗ്രൂപ്പാണ് അദ്ദേഹത്തിൻ്റെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയൊരു ഗവേഷണത്തിൽ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ഫങ്ഷണൽ MRI ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് അവരുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ട് അവരെ ഒരു സിനിമ കാണിക്കുകയാണ്. ഓഡിയോ ആൻഡ് വീഡിയോ കണ്ടന്റ് ഉള്ളൊരു സിനിമ കാണിക്കുന്ന സമയത്ത് അവരുടെ തലച്ചോറിൻ്റെ പല മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ റെക്കോർഡ് ചെയ്യുകയാണ് ഈ ഫങ്ഷണൽ MRI വെച്ചിട്ട്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇങ്ങനെ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ വോളണ്ടിയേഴ്സിനെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് വിട്ടിട്ട് ഇവിടെ ഇവർ കണ്ടിട്ടുള്ള സിനിമ വെർബലി അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഈ വെർബലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കേൾക്കുന്നവരുടെ തലച്ചോറിൻ്റെ വിഭാഗങ്ങളിലുള്ള മാറ്റങ്ങളെയും എങ്ങനെയാണ് എന്നുള്ളത് അവർ ഫങ്ഷണൽ MRI വെച്ച് ചെയ്യുന്നു. സർപ്രൈസിംഗ്ലി അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആദ്യം കണ്ട ആളുകളുടെ തലച്ചോറിൽ ഉണ്ടായിരുന്നുള്ള പ്രതികരണങ്ങളുടെ അതേ അളവിൽ തന്നെ, ഒരുപക്ഷെ ചിലപ്പോൾ ഒരല്പം കൂടുതലായ അളവിൽ പോലും ഈ രണ്ടാമത് ഇത് വാചികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകളുടെ തലയിലും ഉണ്ടായി എന്നുള്ളതാണ്. അത് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഫിക്ഷനോട് പ്രതികരിക്കാൻ ഇവല്യൂഷണറിലി നമ്മളത് ഡിസൈൻഡ് ആണ്. ഫിക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ആളുകൾ പറയുന്ന കേട്ടില്ല, ടെൽ മീ ദ റിയൽ സ്റ്റോറി എന്ന് പറയുന്നിട്ടുണ്ടോ? അതായത് സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ അല്ല, പിന്നെ എന്തിനാണ് ടെൽ മീ ദ റിയൽ സ്റ്റോറി? എന്ത് കാര്യവും സ്റ്റോറിയുടെ രൂപത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിൽ അത് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആവുകയും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഫിക്ഷൻ കൽപ്പിത കഥാപാത്രങ്ങളായാലും
ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് തുടർന്ന് പോകുന്നത് ഇത്തരത്തിലുള്ള മൂല്യങ്ങളുള്ള ഒരു ക്യാരക്ടേഴ്സിനാണ് ആ ഒരു ഭാഗ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്താവിഷ്ടയ സീതയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം 100 വർഷത്തിലധികമായി 105 വർഷം ആയി ചിന്താവിഷ്ടയ സീത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട്. രാമായണത്തിൽ നിന്നുള്ളൊരു ക്യാരക്ടറിനെ എടുത്തിട്ട് ആശാൻ്റെതായ രീതിയിൽ ഉള്ള വെളിച്ചത്തിൽ ആ ക്യാരക്ടറിനെ വെച്ച് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ആ കഥാപാത്രത്തിലൂടെ നമ്മളിലേക്ക് വരികയാണ്. എത്ര തലമുറ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിലെ പല ആശയങ്ങളും ഏറ്റവും നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് അതിനകത്തുള്ളത്. അതിനകത്തെ സീതയുടെ ഒരു തോട്ട് പ്രോസസ്, നമ്മളിപ്പോൾ മെറ്റാ കൊഗ്നീഷൻ അല്ലെങ്കിൽ ഒരു മെറ്റാ ഡിസ്കോഴ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് അതിനകത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് മനസ്സിനെ പറ്റി ആലോചിക്കുന്ന മനസ്സ്. സീത ഇങ്ങനെ മനസ്സിനെയാണ് അഡ്രസ്. എൻ്റെ മനസ്സെന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ ലൗകികതയിൽ ഞാൻ അഭിരമിച്ചത് കുറച്ചു കാലം, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പിന്നെ ലൗകികതയിൽ നിന്ന് മാറി ആത്മീയമായ ഒരു പാതയിലേക്ക് വരാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ, മനസ്സിനെ പറ്റിയിട്ടുള്ള ആലോചിക്കുന്ന മനസ്സ്, മെറ്റാ ഡിസ്കോഴ്സ്, മെറ്റാ കൊഗ്നീഷൻ എന്നൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആശാൻ സീതയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപക്ഷെ ആദ്യത്തെ ക്യാരക്ടർ ഇന്ത്യയിൽ തന്നെയുള്ള ചിലപ്പോൾ അപൂർവമായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ആദ്യത്തെ ക്യാരക്ടേഴ്സിലൊന്നും, എന്തായാലും നമ്മുടെ സാഹിത്യത്തിൽ ആദ്യത്തെ ഒരു ക്യാരക്ടറാണത്. ഈ അർത്ഥത്തിൽ എല്ലാ കാലത്തും ഇപ്പം നീതിബോധത്തിന്റെ ഒരു ഇൻക്യുബേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സീത എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ വായിക്കുമ്പോഴും. അതുകൊണ്ടാണ് നമുക്കത് ഏറ്റവും പുതിയതായിട്ടും ഏറ്റവും ലൈവായിട്ടുള്ളതായും ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മുടെ കൂടെ ഇന്ന് സജയ് കെ വി മാഷുണ്ട്. അദ്ദേഹം ആശാനെ പറ്റി വളരെയധികം പഠിക്കുകയും ഒരുപാട് എഴുതുകയും ഇപ്പോഴും ആശാനിലേക്ക് ആളുകളെ കണക്ട് ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനും ചിന്തകനും കാവ്യാസ്വാദകനാണ്. സജയ് മാഷിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്ത് വെച്ച് മലയാള കവിതയുടെ കൊടുമുടി എന്ന് പറയാവുന്ന മലയാളിയുടെ ഏറ്റവും വലിയ മഹാകവിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ വളരെയേറെ സവിശേഷതകളുള്ള ഒരു കൃതിയെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം കേരളാതിർത്തി വിട്ട് ആദ്യമായി ബാംഗ്ലൂരിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്ത ഒരു മലയാള കവി, ഒരു മലയാളിയായ എഴുത്തുകാരൻ എന്ന് പറയുന്നത് മഹാകവി കുമാരനാശാനാണ്. അത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 19ാം നൂറ്റാണ്ടിനൊടുവിൽ, ഒരു നൂറ്റാണ്ടിനപ്പുറം വിദ്യാഭ്യാസാർത്ഥം ബാംഗ്ലൂരിലെത്തുകയും ഇവിടെ ജീവിക്കുകയും ഏതാനും ചില വർഷങ്ങൾ ഇവിടെ താമസിക്കുകയും ജീവിക്കുകയും അങ്ങനെ തൻ്റെ ഭാവുകത്വ സീമകളെ വിശാലമാക്കുകയും ചെയ്ത ആദ്യത്തെ മലയാള കവി കുമാരനാശാനായിരിക്കും. ആ കാലത്ത് ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര എന്ന പേരിൽ ബാംഗ്ലൂരിലെ ഒരു വെള്ളച്ചാട്ടത്തെപ്പറ്റി അദ്ദേഹം ഒരു കവിതയും എഴുതിയിരുന്നു. വളരെ സവിശേഷതകളുള്ളൊരു കവിതയാണ്. ഒരുപക്ഷെ ആശാന്റെ മരണാനന്തരം മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട വനമാല എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിതയാണ്. അപൂർണമായ കവിതയാണ്. പക്ഷേ ലോകാനുരാഗമിയലാത്തവരെ നരന്റെ ആകാരമാർന്നിവിടെ നിങ്ങൾ ജനിച്ചിടായുവിൻ എന്നതുപോലെ ആശാൻ കവിതയുടെ സാമൂഹികത സ്പഷ്ടമാക്കുന്ന ചില വരികൾ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമായ ഒരു കവിതയാണ്. ഇനിയും പഠിക്കപ്പെടേണ്ട ആശാന്റെ ആദ്യകാലത്തെ അപൂർണ കൃതികളിലൊന്നാണ് ഗരിസപ്പാരിവി എന്ന കവിത. ഇതെല്ലാം ആശാന്റെ ബാംഗ്ലൂർ ജീവിതകാലത്തിന്റെ ശേഷിപ്പുകൾ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ബാംഗ്ലൂരിൽ ജീവിച്ചിരുന്ന ആശാൻ കവിയായി കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ചില സ്തോത്രകാവ്യങ്ങളൊക്കെ എഴുതിയിരുന്നിരിക്കാം. ലോകം എന്ന പേരിൽ ഇതേ വനമാലയിൽ ഉൾപ്പെടുന്ന ഒരു കവിത ഈ കാലത്ത് എഴുതപ്പെട്ടതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇങ്ങനെ ഒരു കവിയിലേക്ക്, ഒരു മഹാകവിയിലേക്ക് പരിണമിച്ചുകൊണ്ടിരുന്ന ആശാന്റെ രൂപീകരണ വർഷങ്ങൾ ആശാൻ ചെലവഴിച്ച് ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ബംഗാളിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിലെ അക്കാലത്തെ ഒരു പ്ലേഗ് ബാധയെ തുടർന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പഠിപ്പ് മുഴുമിക്കാതെ കേരളത്തിലേക്ക് മടങ്ങുകയും പിന്നീട് ബംഗാളിലേക്ക് പഠനം തുടരുന്നതിന് വേണ്ടി പോവുകയും അവിടെ നിന്നും ഏതാണ്ട് സമാന സാഹചര്യത്തിൽ മടങ്ങി വരികയും ചെയ്ത ഒരു മലയാളിയാണ് പിൽക്കാലത്ത് മഹാകവി കുമാരനാശാനായി മാറുന്നത്. 1907 നമുക്കറിയാവുന്ന പോലെ വീണപൂവിൻ്റെ പ്രകാശന വർഷം. അതിനെല്ലാം മുൻപുള്ള ഒരു കാലത്ത് ആശാൻ താമസിച്ച നഗരത്തിലിരുന്നു കൊണ്ട് ആശാനെ പറ്റി, ആശാൻ കവിതയെപ്പറ്റി, അതിൻ്റെ കൊടുമുടികളിൽ ഒന്നിനെപ്പറ്റി സംസാരിക്കുക എന്നത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. ചിന്താവിഷ്ടയായ സീതയാണ് ആശാന്റെ പ്രധാനപ്പെട്ട 8 ഖണ്ഡകാവ്യങ്ങളുടെ കൂട്ടത്തിൽ
1919 ഒരു നൂറ്റാണ്ടിനപ്പുറം, കൃത്യമായി പറഞ്ഞാൽ, കൂടുതൽ കണിശമായി പറഞ്ഞാൽ 105 വർഷങ്ങൾക്ക് അപ്പുറം പ്രസിദ്ധീകരിക്കപ്പെട്ട ചിന്താവിഷ്ടയായ സീതയാണ് ഇന്ന് നമ്മുടെ സവിശേഷ പരിഗണനയ്ക്ക് വിധേയമാകുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ചിന്താവിഷ്ടയായ സീതയുടെ ശതാബ്ദി പിന്നിട്ടു. 2019 അത് ആഘോഷിക്കപ്പെട്ടു. എന്നിട്ട് വീണ്ടും ഒരു 5 വർഷം കൂടി പിന്നിടുമ്പോഴും ഇത് ആശാന്റെ ജനനത്തിന്റെ 180-ാം വർഷമാണ്, ചരമശതാബ്ദി വർഷമാണ്. കരുണ എന്ന ആശാന്റെ അവസാന കൃതിയുടെ ശതാബ്ദി വർഷവുമാണ്. ഈ അവസരത്തിൽ നമ്മൾ വീണ്ടും ശതാബ്ദി പിന്നിട്ട് കഴിഞ്ഞ് ചിന്താവിഷ്ടയായ സീതയെപ്പറ്റി സംസാരിക്കുന്നു എന്നത് ആശാന്റെ കൃതി സഞ്ചയത്തിൽ ഈ കാവ്യത്തിനുള്ള സവിശേഷ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ 2019 ചിന്താവിഷ്ടയായ സീതയുടെ ശതാബ്ദി ആഘോഷിക്കപ്പെട്ടപ്പോൾ മറ്റു കൃതികളുടെയും ശതാബ്ദികൾ സാമാന്യം ഭംഗിയായി ആഘോഷിക്കപ്പെട്ടിരുന്നു. അതിന് മുൻപ് തന്നെ വീണപൂവിന്റെ, 2011 നളിനിയുടെ, 2014 ലീലയുടെ എല്ലാ ശതാബ്ദികൾ ആഘോഷിക്കപ്പെട്ടിരുന്നു. എങ്കിലും ഏറ്റവും അധികം ജനകീയ പിന്തുണ കിട്ടിയ, ജനങ്ങൾ ഏറ്റെടുത്ത ഒരാശാൻ കൃതിയുടെ ശതാബ്ദി ആഘോഷം എന്ന് പറയുന്ന ചിന്താവിഷ്ടയായ സീതയുടെ ശതാബ്ദിയായിരുന്നു 2019. ഇത് സൂചിപ്പിക്കുന്നത് ആ കൃതി ഇപ്പോഴും മലയാളി മനസ്സിനോട്, ഒന്നുകൂടി കണിശമായി പറഞ്ഞാൽ മലയാളി സ്ത്രീ മനസ്സിനോട് സജീവമായി സംവദിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതയുടെ കാലാന്തര പ്രസക്തിയുടെ കാരണങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. നമുക്കറിയാവുന്ന ലീലയും നളിനിയും എല്ലാം പ്രണയകാവ്യങ്ങളായിരുന്നു. കാമുക അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതിതീവ്രമായി പ്രണയിക്കുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യബോധവും സ്വത്വബോധവും ഉള്ള സ്ത്രീകളുടെ കഥകളായിരിക്കുമ്പോൾ തന്നെ ചിന്താവിഷ്ടയായ സീതയ്ക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. സീതയെ നളിനിയിൽ നിന്നും ലീലയിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന ചില സവിശേഷതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഒന്നാമത്, സീത മുൻപേ ഉണ്ടായിരുന്നു. ആദികാവ്യത്തിന്റെ കാലം മുതൽ, വാൽമീകി രാമായണത്തിന്റെ കാലം മുതൽ, പിന്നീട് ഉണ്ടായിട്ടുള്ള എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം തൊട്ട് മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഉണ്ടായിട്ടുള്ള ഒട്ടനവധി രാമായണ പുനരാഖ്യാനങ്ങളിലെല്ലാം സീത ഉണ്ടായിരുന്നു. ആ സീതയെ പുനർനിർവചിക്കാനാണ്, അല്ലെങ്കിൽ ആ സീതയിലെ മറ്റൊരു യഥാർത്ഥ സീതയെ, വ്യത്യസ്തയായൊരു സീതയുടെ ഒരു സാരാംശത്തെ, ഒരു എസൻസിനെ കണ്ടെത്താനാണ് ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതയിലൂടെ ആശാൻ ശ്രമിച്ചത്. മറ്റ് നായികമാരെ, ആശാന്റെ മുൻകാല നായികമാരെ അപേക്ഷിച്ച്, ഒരുപക്ഷെ പിൽക്കാല നായികമാരെ അപേക്ഷിച്ച് സീതയ്ക്കുള്ള ഒരു സവിശേഷത, സീത കാമുകാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രണയിനിയല്ല. സീത വിവാഹിതയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, ഒരുപക്ഷെ ഉപേക്ഷിതയും ആണ്. നമ്മൾ ഇന്ന് പറയുന്ന ഡിവോഴ്സി എന്ന അർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട 2 മക്കളുടെ അമ്മയായ ഒരു സ്ത്രീയെ നമ്മൾ ആശാന്റെ കാവ്യലോകത്തിൽ ആദ്യമായി കാണുന്നത് സീതയിലാണ്. വിവാഹിതയാണ്, അമ്മയാണ്. ഈ വിവാഹം, അമ്മയായിരിക്കുക എന്നീ അവസ്ഥകളൊന്നും ഒരുപക്ഷെ ആശാന്റെ കാവ്യലോകത്തിന്റെ, പ്രണയ കാവ്യലോകത്തിന്റെ ഭാഗമല്ല. പൊതുവെ വിവാഹത്തിൽ അവസാനിക്കുന്ന പ്രണയങ്ങൾ ഒരുപക്ഷെ ദുരവസ്ഥയിൽ ഒഴികെ മറ്റൊരിടത്തും ആശാൻ ആവിഷ്കരിച്ചിട്ടില്ല. കുടുംബം എന്ന് പറയുന്നത് ആശാന്റെ ഒരു കൺസേൺ ആയിരുന്നില്ല. ഒരുപക്ഷെ കുടുംബം മറ്റൊരു തടവാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കവിയായിരുന്നു ആശാൻ. ഇനി വ്യക്തിപരമായി, ആത്മകഥാപരമായി പറയുകയാണെങ്കിൽ, ആശാൻ എന്ന കവി തന്റെ മധ്യവയസ്സിൽ, 45-ാമത്തെ വയസ്സിൽ വിവാഹിതനായതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം സീതാകാവ്യം പൂർത്തീകരിക്കുന്നത്. 1919. 1918 മറ്റോ ആണ് ആശാൻ തന്റെ മധ്യവയസ്സ് എന്നുകൂടി പറയാൻ വയ്യാത്ത വിധം വാർദ്ധക്യത്തോട് സമീപിക്കുന്ന മധ്യവയസ്സിലാണ് ആശാൻ വിവാഹിതനാവുന്നത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ആശാൻ ചിന്താവിഷ്ടയായ സീത പൂർത്തീകരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട്. 1914 ലീലയ്ക്ക് തൊട്ടു പിന്നാലെ ആശാൻ എഴുതി തുടങ്ങിയ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ആദ്യത്തെ ഒരു 80 ശ്ലോകങ്ങൾക്ക് ശേഷം അതവിടെ ആ രൂപത്തിൽ ശേഷിപ്പിച്ചതിന് ശേഷം ആശാൻ വീണ്ടും ഈ കൃതിയുടെ രചനയിലേക്ക് മടങ്ങി വരുന്നത് 1919 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ സീതയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും 192 ശ്ലോകങ്ങളാണുള്ളത് ചിന്താവിഷ്ടയായ സീതയിൽ. അതിലെ ആദ്യത്തെ 80 ശ്ലോകങ്ങൾ എഴുതിയതിനു ശേഷം ആ രചനാ പരിശ്രമം ആശാൻ അവിടെ നിർത്തുന്നു. താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം അതിലേക്ക് മടങ്ങി വന്ന് ഏതാണ്ട് ഒറ്റ ഇരിപ്പിൽ എന്നതുപോലെ അത് പൂർത്തീകരിക്കുന്നു. എന്താണ് ഈ ആദ്യത്തെ 80 ശ്ലോകങ്ങളുടെ സവിശേഷത എന്ന് ചോദിച്ചാൽ, അതുവരെയുള്ള ശ്ലോകങ്ങൾ നേരിട്ട് രാമനെ, ഭർത്താവിനെ, രാജാവിനെ വിമർശിക്കുന്ന ശ്ലോകങ്ങളല്ല. സീതാകാവ്യത്തിന്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്ന, അതിന് തത്വചിന്താപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന,
ലക്ഷ്മണനെ പോലെ സീതയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെ ഓർമ്മിക്കുന്ന, വാൽമീകിയെ ഓർമ്മിക്കുന്ന, വാൽമീകിയുടെ ആശ്രമത്തിലെ സ്നേഹനിധികളായ മറ്റ് സന്യാസിനികളെ സീത ഓർമ്മിക്കുന്ന, വളരെ നല്ല ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന ഒരു സീതയെ ആവിഷ്കരിക്കുന്ന ശ്ലോകങ്ങളാണ് 80 വരെയുള്ള ശ്ലോകങ്ങൾ. അവിടെ നിന്നാണ് ഈ 5 വർഷങ്ങൾക്ക് ശേഷം ആശാൻ എഴുതിയ അതിലൊരു വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹിതനായതിനു ശേഷമാണ് വിവാഹത്തെ, ദാമ്പത്യത്തെ, ഭർത്താവിനെ വിമർശിക്കുന്ന ഒരു സീതയെക്കുറിച്ച് ആലോചിക്കുന്നത് ആശാൻ എന്ന കവിയെക്കുറിച്ച് നമുക്കറിയാം. വൈരുദ്ധ്യങ്ങളുടെ ഒരു പെരുങ്കടലായിരുന്നു ആ കവി. സന്യാസം, ഗാർഹസ്ഥ്യം, പ്രണയം എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സാധ്യമായ എല്ലാ വൈരുദ്ധ്യങ്ങളെയും തൻ്റെ സ്വകാര്യ ജീവിതത്തിലും തൻ്റെ കാവ്യ ജീവിതത്തിലും അനുഭവിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു കവിയായിരുന്നു ആശാൻ. അങ്ങനെ ഒരു കവി വിവാഹിതനാകുന്നു, വളരെ വൈകി വിവാഹിതനാകുന്നു, തൊട്ടു പിന്നാലെ ദാമ്പത്യ വിമർശനം പ്രമേയമാകുന്ന ഒരു കവിതയിലേക്ക്, അതിൻ്റെ രചനയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു എന്ന വൈരുദ്ധ്യവും, എന്ന സൂക്ഷ്മ വൈരുദ്ധ്യവും നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാണാം. അതല്ല നമ്മുടെ വിഷയം. സീതയെ ആശാന്റെ ഒരു നായിക എന്ന നിലയിൽ സവിശേഷമാക്കുന്ന വ്യക്തിത്വം ഈ രാമവിമർശനം തന്നെയാണ്. രണ്ടാമത് ഈ കൃതിയുടെ രചനയിലേക്ക് മടങ്ങി വന്നപ്പോൾ ആശാൻ ഏറ്റെടുത്ത പ്രധാന ദൗത്യം എന്ന് പറയുന്നത് സീതയെ പുതുതായി സൃഷ്ടിക്കുക, പരമ്പരാഗത സങ്കല്പത്തിൽ നിലനിൽക്കുന്ന വിധേയയായ, അല്ലെ, പതിവ്രതാരത്നം എന്നാണ് പറയുക, ആ ഒരു റോളായിരുന്നു, ആ ഒരു കുപ്പായമാണ് സീതയ്ക്ക് പാകമായത് എന്ന നിലയിൽ അതുവരെയുള്ള എല്ലാ കവികളും ചാർത്തി കൊടുത്തിരുന്നത് സീതയ്ക്ക്. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ കണ്ണുമൂട്ടി സീതാരാമന്മാരെ ലക്ഷ്മണനോടൊപ്പം സങ്കല്പിക്കുകയാണെങ്കിൽ മുന്നിൽ രാമൻ, തൊട്ടു പിന്നിൽ സീത, ഏറ്റവും പിന്നിൽ ലക്ഷ്മണൻ എന്ന ക്രമത്തിൽ 2 പുരുഷന്മാരായ ബോഡി ഗാർഡുകളുടെ, അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ഒരുവളായിട്ടാണ് നമ്മൾ സീതയെ സങ്കല്പിച്ചു പോന്നിട്ടുള്ളത് ആശാന്റെ സീതാകാവ്യം എഴുതപ്പെടുന്നത് വരെ. ആശാന്റെ സീതാകാവ്യം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കൃതിയെപ്പറ്റി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിരൂപണ ഗ്രന്ഥം, അതേ പേരിലുള്ള സുകുമാർ അഴീക്കോടിന്റെ ആശാന്റെ സീതാകാവ്യം എന്ന കൃതിയായിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആശാന്റെ സീതാകാവ്യം എന്നാണ് അഴീക്കോട് പറയുന്നത്. വാൽമീകിയുടെ സീതയല്ല അത്, കാളിദാസന്റെ സീതയും അല്ല അത്, ഭവഭൂതിയുടെ സീതയും അല്ല അത്, അതുവരെയുള്ള ഇന്ത്യൻ ഭാവനാ പാരമ്പര്യത്തിൽ നിലനിന്ന ഒരു സീതയെ അല്ല അത്. ആശാന്റെ സീതയാണ്, 20-ാം നൂറ്റാണ്ടിലെ സീതയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെയും കേരളീയ നവോത്ഥാനത്തിന്റെയും എല്ലാ സംഘർഷങ്ങളും, സമ്മർദ്ദങ്ങളും, ചൈതന്യങ്ങളും നിഴലിക്കുന്ന ഒരു പുതിയ സ്ത്രീ സ്വത്വാവിഷ്കാരമാണ് ആശാൻ തന്റെ ചിന്താവിഷ്ടയായ സീതയിലൂടെ ലക്ഷ്യമിട്ടത് എന്ന സൂചന അഴീക്കോടിന്റെ ആ പുസ്തക പേരിൽ തന്നെയുണ്ട്, ആശാന്റെ സീത. ഇത് മറ്റൊരു എഴുത്തുകാരന്റെ ഇതുവരെ നിലനിന്ന സീതയെയല്ല. ആ സീത ചിന്തിക്കുന്നത് തന്നെ ചിന്താവിഷ്ടയായ സീതയിലെ ഒരു പ്രയോഗം കടമെടുത്ത് പറയുകയാണെങ്കിൽ പതിവിരുദ്ധമായി ചിന്തിക്കുന്നു, ഭർത്താവിനെതിരായി ചിന്തിക്കുന്നു. ആ ഭർത്താവാകട്ടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ മര്യാദാ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്ന എല്ലാ മനുഷ്യ ഗുണങ്ങളുടെയും മൂർത്തിയായി ആരാധിക്കപ്പെടുന്ന ദൈവസമാനനായ, ദൈവമല്ലെങ്കിൽ കൂടി ദൈവസമാനനായ, ദൈവവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ്, ഒരു ഭർത്താവിനെയാണ് ഈ സ്ത്രീ, ഈ ഭാര്യ, ഈ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ വിമർശിക്കുന്നത്. പതിവിരുദ്ധമായ ചിന്തകളാണ് സീതയുടെ ചിന്തകൾ. ഒരു ഘട്ടത്തിൽ സീത പറയുന്നുണ്ട്, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത. ഈ അവസാന വാക്കിൽ ഒരു അടിവരയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാരുടെ ധൈര്യം, ധീരത എന്നല്ല പറയുക, ധീരമാനിത. ധീരൻ എന്ന് നടിക്കുന്ന പുരുഷന്റെ പ്രണയപാശത്താൽ ഹനിക്കപ്പെടുന്നവളുടെ പേരാണ് സ്ത്രീ എന്നത്. അതിന്റെ പേരാണ്, ആ സ്ത്രീ ഹനനത്തിന്റെ പേരാണ്, സ്ത്രീയെ നിശബ്ദയാക്കുന്നതിന്റെ, ബലിയാടാക്കുന്നതിന്റെ മറ്റൊരു സ്ഥാപനവൽകൃത രൂപത്തിന്റെ പേരാണ് ദാമ്പത്യം എന്നത്. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ. ഈ കുരുതിയുടെ പേരാണ് ദാമ്പത്യം. ആ കൊലക്കയറിന്റെ മറ്റേ അറ്റം ഇരിക്കുന്നത് പുരുഷന്റെ കയ്യിലാണ്. അതിന്റെ അങ്ങേയറ്റം കുടുങ്ങിയിരിക്കുന്നത് സ്ത്രീയുടെ കഴുത്തിലാണ്, അവളുടെ സ്വാതന്ത്ര്യത്തിന് മേലാണ് എന്ന തോതിൽ, എന്ന മട്ടിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീ സ്വത്വബോധത്തിന്റെ ധീര ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചു ആശാന് ഒരു നൂറ്റാണ്ടിനപ്പുറം ചിന്താവിഷ്ടയായ സീതയിലൂടെ എന്നതാണ്. അന്ന് നമുക്കറിയാം, നമ്മുടെ ആശയ ചക്രവാളങ്ങളിൽ എവിടെയും ഫെമിനിസം, സ്ത്രീവാദം എന്ന ഒരു ആശയരൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുകൂടിയില്ല.
അല്ലെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ മലയാളിയുടെ ആശയലോകത്ത് എവിടെയും സ്ത്രീവാദം എന്നൊരു ആശയത്തിന്റെ ഒരു ലാഞ്ചന പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്താണ് 1919 ഇത്തരത്തിൽ സ്ത്രീയെ പോലെ വിഗ്രഹവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ കൊണ്ട് തൻ്റെ ഭർത്താവിനെതിരായി, പുരുഷനെതിരായി, മുഴുവൻ പുരുഷ ലോകത്തിനുമെതിരായി ചിന്തിപ്പിക്കുന്നത് ആശാൻ എന്ന അസാധാരണനായ കവി. ഇതിനെ ആശാനെ പ്രാപ്തനാക്കിയ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഒരു പുരുഷനായിരുന്നുകൊണ്ട് എങ്ങനെ ആശാൻ ഒരു സ്ത്രീയുടെ ആന്തരിക ലോകത്തെ, ഒരു സ്ത്രീയുടെ മാത്രമല്ല, ലീല തൊട്ട് ഇങ്ങോട്ടുള്ള, നളിനി തൊട്ട് ഇങ്ങോട്ടുള്ള പല തരക്കാരായ പല സ്ത്രീകളുടെ ആന്തരിക ലോകത്തെ എങ്ങനെ ഈ വിധം സ്വാംശീകരിക്കുകയും ശക്തമായ ഒരു ഭാഷയിൽ, അങ്ങേയറ്റം സൗന്ദര്യഭദ്രമായ ഒരു ഭാഷയിൽ, കാവ്യഭാഷയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നത് നമുക്കറിയില്ല. അത് കവിത്വത്തിന്റെ പ്രതിഭയുടെ അസാധാരണത്വം എന്നേ അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളൂ. ഇവിടെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ കവിതയുടെ ഈ ആഖ്യാന രീതിക്ക് തന്നെ വലിയ സവിശേഷതകളുണ്ട്. നമ്മുടെ നിരൂപണം, കാവ്യ നിരൂപണം ഇന്നുവരെ അതിനെപ്പറ്റി പറഞ്ഞു വന്നിട്ടുള്ളത് നാടകീയ സ്വഗതാഖ്യാനമാണ്, ഡ്രമാറ്റിക് മോണോലോഗാണ്. റോബർട്ട് ബ്രൗണിങ്ങിലും ഒക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് സീത എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അത് അത്ര കണിശമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നാടകീയ സ്വഗതാഖ്യാനത്തിൽ നിശബ്ദനായ ഒരു ശ്രോതാവോ ശ്രോതാക്കളോ ഉണ്ടാവും. പക്ഷെ സീത തനിച്ചിരുന്നിട്ടാണ് ചിന്തിക്കുന്നത്. സീതയുടെ വിചാരധാരയാണ് കവി ആവിഷ്കരിക്കുന്നത് ഈ പറഞ്ഞ 192ഓളം ശ്ലോകങ്ങളിലായി. ആ തരത്തിൽ പിന്നീട് 1922 ഒരുപക്ഷെ ജെയിംസ് ജോയ്സിന്റെ യുളീസസിലൂടെ ലോക സാഹിത്യ സംസ്കാരത്തിന്റെ, ഭാവുകത്വ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബോധധാര രീതിയുടെ ഒരു പ്രാരംഭം കൂടിയായിരുന്നു ആശാന്റെ ചിന്താവിഷ്ടയായ സീത. അതിനെ നമുക്ക് കൂടുതൽ കണിശമായി വേണമെങ്കിൽ ഇന്റീരിയർ മോണോലോഗ് എന്ന് വിശേഷിപ്പിക്കാം. ഒരുവൾ തന്നോട് തന്നെ സംസാരിക്കുന്നു. ആശാന്റെ തന്നെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ അന്തരാമൊഴിയുന്നു എന്നാണ് പറയുക. ഇന്റീരിയർ മോണോലോഗാണ്, തന്നോട് തന്നെയുള്ള സംസാരമാണ് സീതാ വിചാരങ്ങൾ. ഇതൊരു പക്ഷേ മലയാള കഥാസാഹിത്യത്തിലൊക്കെ അതിൻ്റെ ഒരു മുഖ്യധാരയായി MTയിലും T പത്മനാഭനിലും ഒക്കെ മാറിയ ഒരു കഥന സങ്കേതത്തിൻ്റെ കൂടി ആരംഭമായിരുന്നു ആശാന്റെ ചിന്താവിഷ്ടയായ സീത. ഒരിടത്ത് ഒരുവനോ ഒരുവളോ തനിച്ചിരുന്ന് തൻ്റെ ജീവിതത്തെപ്പറ്റി, തൻ്റെ ഭൂതകാലത്തെപ്പറ്റി, തന്നെപ്പറ്റിയും തന്നോട് ബന്ധപ്പെട്ട മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കുന്ന രീതിയിലുള്ള ഈ ആഖ്യാന ശില്പം തന്നെ വളരെ നൂതനമായ ഒരു തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ സീത ഒരുപാട് വിമർശിക്കപ്പെട്ട ഒരു കൃതിയാണ് ആശാന്റെ. ഇങ്ങനെയൊക്കെ ഒരു സീത ചിന്തിക്കുമോ, ഒരു സ്ത്രീ ചിന്തിക്കുമോ എന്ന ചോദ്യവും അതിന്റെ ഉപചോദ്യമായി അതിനോടൊപ്പം മുഴങ്ങുന്നുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? പണ്ട് പ്രധാനപ്പെട്ട ഒരു ആശാൻ നിരൂപകനായ PK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, വായാടികളായ ചില സ്ത്രീകളെ പോലെയാണ് ഈ സീത, ആശാന്റെ സീത ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറച്ചിലിന്റെ എല്ലാം പിന്നിലുള്ള സീത ചിന്തിക്കുകയല്ല സംസാരിക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. സീത ആരോടും സംസാരിക്കുന്നില്ല, തന്നോട് തന്നെ സംസാരിക്കുകയാണ്. തൻ്റെ അന്തരംഗം എന്താണ്, തൻ്റെ ഉള്ളെന്താണ്, തൻ്റെ മാനസിക ജീവിതം എന്താണ്, തൻ്റെ ആന്തരിക പ്രപഞ്ചത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നിടുക മാത്രമാണ് തൻ്റെ വായനക്കാർക്ക് മുന്നിൽ ആശാന്റെ ഈ കഥാപാത്രം ചെയ്യുന്നത്. ഇങ്ങനെ സീത ഒരു കഥാപാത്രമാണ് എന്ന് വിസ്മരിച്ചുകൊണ്ട് സീത ആരോടോ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുണ്ടായ വിമർശനങ്ങളായിരുന്നു ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതി നേരിട്ട വിമർശനങ്ങളിൽ പലതും. അതിന് M ലീലാവതി എന്ന മറ്റൊരു നിരൂപകയുടെ പ്രത്യാഖ്യാനവും ഉണ്ടായിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീതയും ശുദ്ധവായാടികളും എന്ന പേരിൽ. ശുദ്ധവായാടി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപക്ഷെ PK ബാലകൃഷ്ണൻ തന്നെയാണ് ഒരു സ്ത്രീയായ ഈ നിരൂപക, അല്ലെ? സീത ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക PK ബാലകൃഷ്ണൻ അല്ല, ഒരുപക്ഷെ സുകുമാര അഴീക്കോട്ടനല്ല, എന്നെ പോലുള്ള ആർക്കുമല്ല, മറിച്ച് ഒരു സ്ത്രീക്കാണ്, ഒരു വായനക്കാരിയായ സ്ത്രീക്കാണ്, ഒരു നിരൂപകയായ സ്ത്രീക്കാണ് ആശാന്റെ ചിന്താവിഷ്ടയായ സീതയെ ഏറ്റവും നന്നായി മനസ്സിലാവുക. നമ്മുടെ ഒരു കവി, ഒരു സമകാലിക കവി, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. സീതയിലെ വളരെ പ്രസിദ്ധമായൊരു വരിയുണ്ടല്ലോ, പടുരാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്നൊരു ചോദ്യമുണ്ട് സീതയുടെ ഈ വിചാരങ്ങൾ ഒരിടത്ത്. പടുരാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. ഏറ്റവും മോശപ്പെട്ട ഒരു വാക്കാണത്, അല്ലേ? താൻ പിഴയ്ക്കുക എന്നത്. ആ വാക്ക് തന്നെ സീത ഉപയോഗിക്കുന്നു. ആ വാക്കിനെ ഒരു ചോദ്യമായി തിരിച്ച് എയ്യുകയാണ് രാമന് നേർക്ക്. പടുരാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. ഈ വരികൾ ചൊല്ലിയിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ച, ഞാൻ പേര് പറയുന്നില്ലേ, കവിയുടെ അമ്മൂമ്മ
അയാളുടെ മുത്തച്ഛനെ ഇങ്ങനെ നോക്കുമായിരുന്നു അർത്ഥവത്തായി എന്ന് ഈ കവി പലവട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ചോദ്യമാണ്, ഭർത്താവിനോടുള്ള ചോദ്യമാണ്. മറ്റൊരാൾ എന്നെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ പിഴയാണോ, എൻ്റെ പിഴവാണോ? അല്ലേ? സാമാന്യാർത്ഥത്തിലുള്ള പിഴ എന്ന വാക്കല്ല ഇവിടെ നമുക്കറിയാം. സ്ത്രീയെ പറ്റിയാവുമ്പോൾ ആ വാക്കിന് വളരെ അധമമായ പല വിവക്ഷകൾ ആ വാക്കിൽ വന്നു ചേരുന്നുണ്ട് എന്നും നമുക്കറിയാം. പിഴ പുരുഷനും സ്ത്രീക്കും രണ്ടാണ് എന്ന് നമുക്ക് അറിയാം. അതേ വാക്ക് തന്നെയാണ് വളരെ ധീരമായി സീത തന്റെ വിചാരഭാഷയുടെ ഭാഗമാക്കി മാറ്റുന്നത്. പടുരാക്ഷസ ചക്രവർത്തി ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? അത് അയാളുടെ പിഴയല്ലേ, ആ പുരുഷന്റെ പിഴയല്ലേ? രാവണൻ എന്ന വാക്കുപോലുമില്ല സീതാകാവ്യത്തിൽ, ഒരിടത്ത് മാത്രമേ പരാമർശമുള്ളൂ. അത് പടുരാക്ഷസ ചക്രവർത്തി എന്നാണ്. അതിനെപ്പറ്റിയും മലയാള നിരൂപണം ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. ഈ പടു എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ടല്ലോ, രണ്ടു തരം പടു ഉണ്ടല്ലോ, അല്ലേ? പടുമുള്ള എന്ന് പറയുമ്പോൾ അതിന് മോശപ്പെട്ട ഒരർത്ഥം ആണുള്ളത്. പാടവമുള്ളവൻ, സമർത്ഥൻ, കേമൻ എന്ന ഒരർത്ഥവും, പടുകൂറ്റൻ എന്നൊക്കെ നമ്മളൊരു മരത്തെ പറ്റിയോ ഒരു കെട്ടിടത്തെ പറ്റിയോ പറയുമ്പോൾ അതൊരു പോസിറ്റീവായ വിശേഷണമായി മാറുന്നുണ്ട്. ഇതിലേതായിരിക്കാം സീത ഉദ്ദേശിച്ചത് എന്നതിനെ പറ്റിയാണ് മലയാള നിരൂപണം കുറെ കാലം തർക്കിച്ചിരുന്നത്. ഇതൊരു മോശപ്പെട്ട വിശേഷണമാണോ പടുമുള എന്നതുപോലെ, അതോ പടു കൂറ്റൻ എന്നതുപോലെ വളരെ ഗംഭീരനായിരുന്നു രാമൻ എന്ന് സീത തന്റെ ബോധത്തിലോ അബോധത്തിലെങ്കിലുമോ വിചാരിച്ചിട്ടുണ്ടോ എന്ന നിലയ്ക്കും ഈ തർക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു നൂറ്റാണ്ടോളം മുഖ്യമായും മലയാള നിരൂപണം ചെയ്തിട്ടുള്ളത് വാൽമീകിയുടെ സീതയുമായി സീതയെ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ കാളിദാസന്റെ സീതയുമായി, രഘുവംശത്തിലെ സീതയുമായി സീതയെ താരതമ്യം ചെയ്യുക. എന്നിട്ട് ഈ സീതാ സങ്കല്പം, ഈ സീതയുടെ കഥാപാത്ര കൽപ്പന മോശമായിട്ടില്ല, അതിനോട് ഇണങ്ങിപ്പോകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതിയായിരുന്നു ഒരുപക്ഷെ സീതയുടെ ആദ്യ നിരൂപകനായ ആറ്റൂർ കൃഷ്ണപിഷാരടി എന്നൊരു പണ്ഡിതനായിരുന്നു സീതാകാവ്യത്തിന്റെ അവതാരികാകാരൻ. ആ അവതാരികയിൽ ആറ്റൂർ പറയുന്നുണ്ട്, ഇത് പഴയ വാൽമീകിയുടെ ആ പാതിവൃത്യമാണ് തൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വിചാരിക്കുന്ന, തൻ്റെ സ്വഭാവത്തിന്റെ കാതൽ എന്ന് വിചാരിക്കുന്ന ആ സീതയല്ല ആശാന്റെ സീത. ആ സീത ഇങ്ങനെ ചിന്തിക്കില്ല, ഇങ്ങനെ വിമർശിക്കില്ല, രാമനെ വിമർശിക്കില്ല. ആ സീതയെ അല്ല ഈ സീത എന്ന ആദ്യ നിരൂപകൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മലയാള നിരൂപണത്തിൽ പോലും ഏറ്റവും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച മലയാളി സ്ത്രീയുടെ, സ്വതന്ത്രയായ സ്വത്വബോധമുള്ള സ്ത്രീയുടെ ആദ്യ മാതൃക അവതരിപ്പിച്ച കാവ്യം എന്നതാണ് ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതയുടെ സാംസ്കാരിക പ്രസക്തിയും രാഷ്ട്രീയ പ്രസക്തിയും. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ ആ കൃതി വായിക്കുകയും തൻ്റെ തന്നെ ആന്തരിക വ്രണങ്ങൾ സീതയിൽ കണ്ടെത്തുകയും അങ്ങനെ സീതയോട് ഐക്യപ്പെടുകയും ഈ സീത ഞാൻ തന്നെ എന്ന തിരിച്ചറിവിൽ എത്തിച്ചേരുകയും അത് വിമോചകമായ ഒരു ഊർജമായി അവരിൽ പരിവർത്തിക്കുകയും ചെയ്യുന്നത്. സീതാകാവ്യത്തിന്റെ അവസാനം ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഏറ്റവും ഉജ്ജ്വലമെന്ന് ഞാൻ വിചാരിക്കുന്ന ശ്ലോകങ്ങളിൽ ഒന്നാണത്. പ്രിയ രാഘവ വന്ദനം ഭവാന്, അല്ലെ? രാഘവനെ തള്ളി പറയുന്നില്ല, പ്രിയ രാഘവ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പ്രിയപദം ചിന്താവിഷ്ടയായ സീതയിൽ ഒരുപാട് ഇടങ്ങളിലുണ്ട്. ആ പ്രിയത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സീത പറയുക, പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. ഇവിടെ ഈ ഭുജശാഖ എന്ന പ്രയോഗത്തിന് അവിടെ ഒരു വൃക്ഷബിംബം മാത്രമല്ല, ഒരു വൃക്ഷത്തിന്റെ ആശ്രയസ്ഥാനം ഉപേക്ഷിച്ചൊരു പക്ഷിയെപ്പോലെ താൻ പറന്നുയരുന്നു എന്ന് മാത്രമല്ല സീത പറയുക. ഈ ഭുജം എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. ക്ഷത്രിയനായ രാജാവായ, സൂര്യവംശത്തിലെ രാജാവായ തന്റെ ഭർത്താവിനോടാണ് പറയുക. രാഘവ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പറയുക. രഘു തൊട്ടുള്ള വലിയ രാജാക്കന്മാരുണ്ടായിരുന്ന വംശത്തിലെ അതിന്റെ മുഴുവൻ പ്രതിനിധിയായ ഒരുവൻ എന്ന അർത്ഥത്തിലാണ്, രാമ എന്നല്ല, രാഘവ, പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. നിന്റെ ക്ഷത്രിയന്റെ കയ്യൂക്ക്, ഇനി ആ ആശ്രയസ്ഥാനം എനിക്കിനി ആവശ്യമില്ല. ഭയമറ്റു പറന്നുപോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. ഭയമറ്റ് പറന്നുപോയിടാം സ്വയം ഇദ്യോവിൽ ഒരാശ്രയം വിന. സ്വാശ്രയായി തീരുന്ന, തന്നെ തൻ്റെ ചിറകുകളുടെ ബലത്തെ തൻ്റെ ആശ്രയസ്ഥാനം എന്ന് കണ്ടെത്തുന്ന ഒരു സ്ത്രീയുടെ പറന്നുയരൽ ആണ്. ആ പറക്കൽ ഇനിയും അവസാനിച്ചിട്ടില്ല, അവസാനിക്കേണ്ടതുമില്ല, അവസാനിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന നിലയ്ക്കാണ് ഒരുപക്ഷെ ഈ 21-ാം നൂറ്റാണ്ടിന്റെ 3-ാം ദശകത്തിൽ നമ്മൾ ആശാന്റെ ചിന്താവിഷ്ടയായ സീതയിലേക്ക്, ഒരു ഊർജ സംഭരണിയിലേക്ക് എന്നതുപോലെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സീതയ്ക്ക് 2 തരം വായനക്കാർ സാധ്യമാണ്. ഒന്ന് പുരുഷ വായനക്കാരും സ്ത്രീകളായ വായനക്കാരും. ഇതിൽ സ്ത്രീകളായ വായനക്കാരെ അവരുടെ ആത്മപ്രതിരൂപം എന്ന നിലയിൽ സവിശേഷമായി സംബോധന ചെയ്യുന്നു എന്നതാണ്. അതും
ഒരു സ്ത്രീയല്ലായിരുന്നു ഈ കൃതിയുടെ കർത്താവ് എന്നിരിക്കെ തന്നെ സീതാകാവ്യത്തെ അങ്ങേയറ്റം സവിശേഷമാക്കുന്നത്. ഇനി അതിൻ്റെ സൂക്ഷ്മതകളിലേക്ക് അല്ലെ, ഒരു കാവ്യകൃതിയെ അതായി തന്നെ നമ്മൾ സമീപിക്കണം. അതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയാണ്, അതിൻ്റെ സാംസ്കാരിക പ്രസക്തിയെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതുമാത്രമല്ല, ചിന്താവിഷ്ടയായ സീതയെ കാലാന്തര പ്രസക്തിയെ ഉള്ള ഒരു കൃതിയാക്കി മാറ്റുന്നത്, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങി വരാം. നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയത്തിനുള്ളിൽ എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി സജയ് മാഷ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ശ്രീ ഗോവിന്ദവർമ്മ രാജ സാറാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ അക്കാദമീഷ്യനും ഫോക്ലോർ അധ്യാപകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 പെരുമഴയ്ക്ക് ശേഷം ഒരു ചാറൽ മഴയ്ക്ക് എന്താണ് സാധ്യത എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ആശാൻ എന്നെ സ്വാധീനിച്ചത് ഞാനൊരു വിഡ്ഢിയായിരിക്കുമ്പോഴാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ് ടീച്ചർ പറയുന്നു, സാഹിത്യ സമാജം തുടങ്ങണം, ആരൊക്കെയാണ് ഒരു വിഷയം അവതരിപ്പിക്കാൻ പറ്റുക, അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കൂറുണ്ട്, ആ സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആരും എഴുന്നേറ്റിരിക്കാതിരിക്കുമ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാം. വിഷയം മഹാകവി കുമാരനാശാൻ. ഇത് പറയാൻ കഴിഞ്ഞത് അച്ഛന് ആശാൻ ആരാധകനായിരുന്നു. ആശാൻ്റെ എല്ലാ കൃതികളും അച്ഛൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വായിച്ച ചില വരികളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് മഹാകവി കുമാരനാശാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് അത് പറയാൻ അതിനുശേഷം ഈ ഒരാഴ്ചക്കുള്ളിൽ അച്ഛൻ എല്ലാ കവിതകളും, ചിന്താവിഷ്ടയ സീത അടക്കമുള്ള കവിതകളും, കരുണ, നളിനി, ലീല, എല്ലാ സ്ത്രീകളെക്കുറിച്ചുള്ള സംഭവവും കവിതകളും വായിക്കുകയും ചെയ്തു. അങ്ങനെ പോവുകയും അങ്ങനെ സാഹിത്യ സമാജം സെക്രട്ടറി ആക്കുകയും ചെയ്തു. ആ സമയത്ത് ആ പ്രസംഗിച്ചതിൻ്റെ പേരിൽ 56 ജനിച്ച ഞാൻ 66 ആദ്യമായി പ്രസംഗം തുടങ്ങിയ അന്നാണ്. ഇപ്പോൾ 68 വയസ്സായി, 58 കൊല്ലമായി ആ പണി തുടരുന്നു. അത് ആശാനിൽ നിന്നാണ് തുടങ്ങിയത്. അതാണ് പറയുന്നത്. ആശാനിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിന് നേരത്തെ സജയ് മാഷ് പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. 80 ബാംഗ്ലൂരിൽ വരുന്നു. സുധാകരൻ രാമന്തളിക്ക് അന്ന് അവാർഡ് കിട്ടിയതിൻ്റെ, ആദ്യത്തെ നോവലിന് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു സ്വീകരണത്തിൽ പങ്കെടുക്കുന്നു വിമാനപുരത്ത്. പെരിഞ്ഞന ശശി, അതുപോലെ അറക്കൽ, യൂസഫ് അറക്കൽ, ഇവർക്കെല്ലാം കൂടി അനുമോദനം കൊടുക്കുന്നതിലൊക്കെ അങ്ങനെ ഒരുപാട് വേദികളിൽ ബാംഗ്ലൂർ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നാണ് ആശാൻ തുടങ്ങിയതെങ്കിൽ ഇങ്ങനെ ചില വാസനകൾ തുടങ്ങിയതും ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം ഞാനിപ്പോൾ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ആശാനെക്കുറിച്ച് പറയുമ്പോൾ ആശാൻ്റെ ഒരു സ്വാധീനം പറയാതിരിക്കുന്ന വൃത്തിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് സംസ്കൃതം പഠിച്ചതെന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നന്നായി പുരാണങ്ങളും ഇതിഹാസങ്ങളും മനസ്സിലാക്കിയ ഒരു ആസ്വാദകനാണ് ആശാൻ. അതിൻ്റെ സ്വാധീനം ആശാനുണ്ട്. ആശാൻ ഒരു ക്രാഫ്റ്റ് വർക്കിൽ പലതിലും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചണ്ടാലഭിക്ഷി എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ജാതിക്കെതിരായി എന്നൊക്കെ വളരെ ഘോഷമായിട്ട് ആളുകൾ പറയുമ്പോഴും അതൊരു ചണ്ടാളൻ്റെ കഥ ചണ്ടാള് ഭിക്ഷുകിയാക്കി മാറ്റുകയാണ്. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ വളരെ തപസ് ചെയ്യുന്ന സമയത്ത് വളരെ വിശന്ന് വലഞ്ഞ വിശ്വാമിത്രൻ അടുത്തുള്ള ഒരു ചണ്ടാളപ്പുരയിൽ പിറകു വശത്തിലൂടെ, അടുക്കള വശത്തിലൂടെ ചാളയാണ് കയറി പോവുകയാണ്. വിശന്ന് നിവർത്തിയില്ല. അപ്പം അങ്ങനെ വല്ലം കിട്ടുമോ നോക്കി കലക്ക് തുറന്ന് കലക്കെടുത്ത് നോക്കുമ്പോൾ കലക്ക് താഴെ വീണപ്പോൾ ഒച്ച കേട്ടപ്പോൾ ചണ്ടാളൻ വന്നു. എന്താ കള്ളാന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാമിത്രനാണ്, തപസ് ഭയങ്കര വിഷമിക്കുന്നു, വളരെ വിശപ്പാണ്. അപ്പം നിങ്ങൾ എന്നെ കള്ളനായിട്ടല്ല കാണുന്നത്, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. അപ്പോൾ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ആതിഥേയൻ്റെ ധർമ്മമാണ്. അപ്പോൾ യജ്ഞാന്നൊക്കെ പറഞ്ഞു. അത് അപ്പോൾ വേഗം ചണ്ടാളൻ പറയാണ്, അയ്യോ അങ്ങ് ഈ ചണ്ടാളൻ്റെ ഇത് കഴിച്ചിട്ട് ഭ്രഷ്ടാവരുത്, വിഷമം വരരുത്, അത് പറ്റില്ല, ഞാൻ ഒരിക്കലും എനക്കത് പാവമാണ് എന്ന് പറയുക. വേറെ പറയാണ്,
ജീവിതത്തിൽ മനുഷ്യന് ശരീരമാണ് ആദ്യം നിർത്തേണ്ടത്. ശരീരം ഉണ്ടായാലും മറ്റെല്ലാം നിർത്താൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ശരീരം നിലനിർത്താൻ ഇത് ആവശ്യമാണ്. അങ്ങനെ പട്ടി മാംസത്തിൻ്റെ, ഇന്നത്തെ ആൾക്കാർ പറയുമ്പോൾ പട്ടി മാംസം മുനിമാർ കഴിക്കുമല്ലോ, പട്ടി മാംസത്തിൻ്റെ ചെറിയ ചട്ടിയിലുള്ള സാധനം എടുത്ത് കഴിച്ച് ക്ഷുത്തടക്കി എന്നാണ് പറയുന്നത്. ആ ഒരു ചണ്ടാളിനെയാണ് മാതങ്കിയായിട്ട് പിന്നെ ഇവർ അവതരിപ്പിച്ചത്. ഞാൻ പറയാം എൻ്റെ സ്വാധീനമാണ്, പുരാണത്തിൻ്റെ സ്വാധീനമാണ്. ചണ്ടാള വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറയുന്നുണ്ട്, ജാതി മതവും ഒന്നുമല്ല, വിശപ്പിൻ്റെ മുമ്പിൽ മനുഷ്യന് ഭക്ഷണമാണ് ഏറ്റവും വലുത്, ജാതിയല്ല മതമല്ല ഒന്നുമല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് കഴിച്ചത് മുനി പട്ടിമാംസമാണ് കഴിച്ചത്. ഇതൊന്ന്. മറ്റൊന്ന്, വാസുദത്തിനെ കുറിച്ചിട്ടുള്ള കരുണയിൽ വായിക്കുന്ന സമയത്ത് നമ്മളൊരു കാരണം, ആ കരുണയിലുള്ള ചില രംഗങ്ങൾ അദ്ദേഹത്തിന് സ്വാധീനിച്ചത് ശ്രീമദ് ഭാഗവതത്തിലെ അതിൻ്റെ മാഹാത്മ്യത്തിലുള്ള ആത്മദേവോപാഖ്യാനം. ആത്മദേവോപാഖ്യാനത്തിൽ അതിൽ ആത്മദേവൻ്റെ മകനുണ്ടാകുമ്പോൾ വിഷമിച്ച് എല്ലായിട്ടാണ് ഒരു മാമ്പഴം കഴിച്ച് വരുന്നതൊക്കെയാണ് പറയുന്നത്. ദുന്ദുകാരി എന്ന് പറയുന്ന മകനുണ്ടാകുന്നു. ആ ദുന്ദുകാരി എന്ന മകൻ എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഭാര്യയ്ക്ക് മാമ്പഴം കൊടുത്തപ്പോൾ ഭാര്യ മാമ്പഴം എടുത്ത് തൊഴുത്തിലേക്കിട്ടു, പശു കഴിച്ചു. അങ്ങനെ ഗോകർണനായിട്ട് പോകുന്നൊരു കഥ. അപ്പോൾ ഇവർ കളവ് പറയുക, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും, ഞാൻ പ്രസവിച്ച് കിടന്നാൽ സൗന്ദര്യം നഷ്ടപ്പെടും, അങ്ങനെ മറ്റുള്ളവർ സ്വത്ത് കൊണ്ടുപോകും, അതുകൊണ്ട് പ്രസവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അനീതിയുടെ കുട്ടീനെയാണ് ഒരു 1.5 വയസ്സ് സമയമുള്ള സമയത്ത് എടുത്തിട്ട് ഞാൻ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. എന്താ ഇത്ര വലുപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഈ ദിവ്യമായ മാമ്പഴം കഴിച്ചുകൊണ്ടാണ് ഈ ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ മുലപ്പാലില്ലാതെ വളർന്ന അത് മഹാദ്രോഹിയായി മാറുന്നു. അങ്ങനെ ദ്രോഹിയായി മാറി കല്യാണം കഴിച്ചു, 5 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു. 5 പേരും കൂടി ഇയാൾ മദ്യവും മുതലാക്ഷിയും എല്ലാം കഴിയാൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളക്കുകയൊക്കെ ചെയ്തപ്പോൾ അയാൾ വലിയൊരു ധനം രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ 4-5 പെണ്ണുങ്ങൾ തീരുമാനിച്ചു, ഈ ധനം പിടിക്കപ്പെട്ട വിഷമാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലുക എന്ന് പറഞ്ഞ് കൊന്ന് ചാണത്തിൽ പൂക്കുകയാണ്, ചാണക്കുഴിയിൽ താക്കുക. അപ്പം അവിടെ ആ ഒരു അവസ്ഥ വാസുദത്തയിൽ നമുക്ക് കാണാൻ കഴിയ സന്ദർഭങ്ങൾ. ഇതിനൊക്കെ കാരണം സാങ്ഖ്യദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയെന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആശാൻ പല കാര്യങ്ങളും പുരാണങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ നല്ലൊരു ക്രാഫ്റ്റ്മാനാണ് എടുത്തിട്ടുണ്ട്. ആ എടുത്തിട്ട് അതിന് നല്ല ഒരു സമന്വയിച്ച് സ്വന്തമായി ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ സത്യവതി വ്യാസനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ വലിയ കാര്യം വലിയ കേവനൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്നെ ഇങ്ങനെ കയറി പിടിക്കുന്ന, ആറുന്ന് എന്നെ കയറി പിടിക്കുന്നു, ആഹാ മോശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ സുകന്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ചവ്യനഷിയുടെ കഥാപാത്രം, ഈ ചെറിയ പ്രായത്തിൽ കണ്ണു പൊട്ടിച്ചപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് രാജാവ് പറയുന്നത് അത് പറ്റില്ല, കാരണം എന്നെ കൊണ്ട നിമിത്തമാണ് കണ്ണ് കണ്ടായതുകൊണ്ട്, അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു വലിയ ബോധം, ഒരു ഉത്തരവാദിത്വ ബോധം ബാലബോധത്തിൽ ഉണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, ആശാൻ നേരത്തെ സയമോഷ പറഞ്ഞ പോലെ പകുതി വെച്ച് തുടങ്ങിയതാണ്. ആശാന് ഒരു യുവതിയുടെ, വളരെ ഏജ് അന്തരമുള്ളൊരു ചെറിയ കുട്ടിയുടെ, ആ കുട്ടിയുടെ ഭാവം കൂടി മനസ്സിലാക്കി ആ കുട്ടിയിലൂടെ കൂടെ ചിന്തിച്ചത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത്. കാരണം ആ ഭാര്യ കൂടി അതിന് പ്രധാനം, അതാണ് 2 തലത്തിലേക്ക് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ കൂടി, ശരിയായ അവസ്ഥ, ഞാനൊരു നീതി ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നിച്ച്, ഭാര്യയോടൊരു നീതി ചെയ്യുന്നില്ലയോ എന്നൊരു സംശയം പോലും ആശാന് വന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ചോദ്യം വരുന്നത്. കാരണം എല്ലാവരും, അത് മാത്രമല്ല, ആ കാലത്ത് ഏറ്റവും വലിയ അപവാദം ഏറ്റ ഒരാളാണ് ആശാൻ. അപ്പോൾ താൻ പേറുന്ന അപവാദത്തെ, അങ്ങനൊരു അപവാദം നടന്നിട്ടുള്ള നിരപരാധിയായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അതിൽ സ്ത്രീ പുരുഷ ഭാവമില്ല, മനുഷ്യൻ്റെ ഭാവം അങ്ങനെയാണ്. ഒരു സമൂഹത്തിൽ അപരാധം ചെയ്തു എന്ന് അപഖ്യാതി ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യഥ അനുഭവിക്കുന്ന ഒരു പോലെയാണ്. അങ്ങനെ
സീതയുടെ ശരിയായൊരു മാനസിക അവസ്ഥ കണ്ടെത്താനുള്ള, അതിലതീതമായി കണ്ടെത്താനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് കൊടുത്തത് സമൂഹം അദ്ദേഹത്തോട് കാണിച്ച അനീതിയാണ്, അധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് ഇതെടുത്ത് നോക്കിയാലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കഥാപാത്രങ്ങളെ ഒരു രീതി ആശാൻ എല്ലാത്തിലും പുലർത്തിയിരുന്നു. ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിയാലും അത് ഇതിൽ വളരെ ചിന്താവിഷ്ടയ സീതയിലും അത് കാണാൻ വേണ്ടി കഴിയും. പിന്നെ വളരെ ഓരോ ബിംബത്തെയും വളരെ നന്നായി അത് ലയിപ്പിച്ചെടുക്കുന്ന, കാരണം ഈവലിയിൽ നിന്ന് ചമ്മയെന്ന് പറയുന്ന വളരെ ലളിതമായ പ്രയോഗം മുതൽ വളരെ സങ്കീർണമായ പ്രയോഗങ്ങൾ വരെ ആശാന് വളരെ വഴക്കത്തോടും തഴക്കത്തോടും ചെയ്യാൻ വേണ്ടി കഴിയും. അത് സംസ്കൃത വ്യാകരണം പഠിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലും അത്തരത്തിലെ ഘടനാവിശേഷത്തെ പറയുന്നത്. ഞാനൊക്കെ ആണ്ടി ഇയാളെ കൊണ്ട് ആണ്ടി ആശാരി എന്ന കപ്പൽ, നാടൻ കപ്പൽ ഉണ്ടാക്കുന്ന ആളെ കാണാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു, ഒരു സമയം എനിക്ക് സുഖമില്ല ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ, ഈ വേണ്ടത് വേണ്ട പോലെ ഘടിപ്പിക്കാൻ കഴിയണ്ടേ? നമ്മൾ വാക്കെന്നെ ഘടിപ്പിക്കും പോലെ പലകി അതുപോലെ ആണിയെല്ലാം ഘടിപ്പിക്കാൻ കഴിയണ്ടേ? അത് കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ ഘടിപ്പിക്കാനുള്ള ഒരു ശേഷി മറ്റ് പല അക്കാലത്തെ മറ്റ് കവികളെ അപേക്ഷിച്ച് ആശാനുണ്ടായിരുന്നു. അത് പിന്നെ ആ ഒരു സിദ്ധി തന്നെയാണ് ആശാന്റെ പ്രസിദ്ധിക്ക് ഏറ്റവും വലിയ മരുന്നായി മാറിയിട്ടുള്ളത്. ഇനി ബാക്കി അടുത്ത രണ്ടാം ഊഴത്തിലേക്ക് കടക്കും. എനിക്ക് തോന്നുന്നു വലിയ എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഭാഷയിലായാലും നമ്മളുടെ ഒരു വിചാര ലോകത്തിലായാലും എല്ലാ കാലത്തേക്കും നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആശാന്റെ ഈ സീതാകാവ്യം ഇത്രയും കാലം 100 കൊല്ലത്തിന് ശേഷവും വളരെ ആധുനികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യം ഈ ഒരു ഇൻറ്റ്യൂഷൻ കൂടിയാണെന്ന് തോന്നുന്നു. നേരത്തെ സജയ് മാഷിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, സീതയുടെ മനസ്സിനെ പറ്റി തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും ഇരിയാതെ മനം ചലിപ്പുഹ ഗുരുവായും ലഘുവായും ആർത്തിയാൽ. ഞാൻ പറയായിരുന്നു, അതായത് നമ്മൾ ഈ അൺലിമിറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് തന്നെയല്ലേ ഇതിങ്ങനെ തിരിയുന്ന രസബിന്ദു പോലെയും പൊരിയുന്ന നെന്മണി പോലെയും ഇതിങ്ങനെ ആർത്തി കൊണ്ട് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും എന്നാൽ ഒരിക്കലും മതിവരാതെയും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നൂറ്റാണ്ട് മുമ്പ് മനുഷ്യ മനസ്സിന് ഈ ഒരു സവിശേഷതയുണ്ട് എന്നുള്ളൊരു ഉൾക്കാഴ്ച കുമാരനാശാൻ ഉള്ളത് കൊണ്ടാണ് അത് ആ രീതിയിൽ എഴുതുകയും അതിപ്പോഴും പ്രസക്തമായി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാവ്യം എന്ന രീതിയിൽ ഈ ചിന്താവിഷ്ടയ സീതയുടെ ഒരു ആനുകാലിക പ്രസക്തി, അതിൻ്റെ ഒരു പൊയറ്റിക്സ്, അതിൻ്റെ ഒരു രചനാ സങ്കേതം എങ്ങനെയാണ് കാലത്തെ അതിവർത്തിക്കുന്നത് എന്നതിനെ പറ്റി ബ്രീഫായിട്ട് പറയാൻ സജയ് മാഷിനോട് അഭ്യർത്ഥിക്കുന്നു. കുറച്ച് അല്പം മുൻപ് പറഞ്ഞു നിർത്തിയതുപോലെ ഉള്ളടക്കമല്ല കവിത, ഉള്ളടക്കവുമാണ് കവിത. പക്ഷെ ഉള്ളടക്കം മാത്രമല്ല കവിത. ഈ ഉള്ളടക്കത്തെ ഒരു പഴത്തെ അതിൻ്റെ മാംസം എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു വിത്തിനെ അതിൻ്റെ മാംസള ഭാഗം എന്നതുപോലെ പൊതിഞ്ഞു നിൽക്കുന്ന ഭാഷാ സ്വരൂപത്തിൻ്റെ പേര് കൂടിയാണ് കവിത എന്നത്. ഭാഷയിൽ ഒരു കവി സൃഷ്ടിക്കുന്ന വിസ്മയങ്ങളാണ് ഒരു കവിതയെ, ഒരു കാവ്യശില്പത്തെ ഒരു അപൂർവ അസാധാരണ രചനയായി, രചനാശില്പമാക്കി മാറ്റുക. ഇക്കാര്യത്തിൽ മലയാള കാവ്യഭാഷയിൽ വലിയ മാറ്റങ്ങൾ, വലിയ ഊർജ പ്രസരണം സാധിച്ചിട്ടുള്ള ഒരു കവിയാണ്. ഒരുപക്ഷെ ഇന്നും നമുക്ക് മറികടക്കാൻ, പിൽക്കാല കവികൾക്കാർക്കും മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ മലയാള കാവ്യഭാഷയെ മാറ്റിപ്പണിത കവി കൂടിയായിരുന്നു കുമാരനാശാൻ എന്ന് നമുക്ക് അറിയാം. ഒരുപക്ഷെ ആശാൻ കവിതയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷാ പാകം മലയാള കവിതയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലൊരു കവി മാത്രമായിരിക്കും പിൽക്കാലത്ത്. ഇന്നലെ ഇങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയിൽ ഒരു പാതി ഉറക്കത്തിൽ ഞാൻ ഓർമ്മിച്ച ഒരു 4 വരി കവിതയുണ്ട്. ആശാനെ പറ്റി, ആശാന്റെ ചരമശതാബ്ദി വർഷമായ 2024 ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു ശ്ലോകരൂപമായൊരു കവിതയാണ്. അതിലെ വരികൾ ഇങ്ങനെയാണ്: കഷ്ടം മുങ്ങി മരിച്ചു ബാഷ്പജലധി മധ്യത്തിലങ്ങെങ്കിലും, കഷ്ടം മുങ്ങി മരിച്ചു ബാഷ്പജലധി മധ്യത്തിൽ അങ്ങെങ്കിലും, ചിത്തക്ഷോഭകരം ജഗധ്വനിമയം ശബ്ദം നിലച്ചെങ്കിലും
എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു 4 വരി കവിതയാണ്. ദുഃഖോപാസന വന്യവാങ്മയമയം സൃഷ്ടിച്ചു നിൻ സ്മാരകം എന്ന് അവസാനിക്കുന്ന 4 വരി കവിത. ഈ ഭാഷാശില്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആശാനെയാണ്. ആശാന്റെ ഭാഷ തന്നെ ഉപയോഗിച്ച് ആശാൻ അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഞാനിവിടെ അപൂർണമായി ഉദ്ധരിച്ച ആ 4 വരികൾ. ആശാൻ സ്മൃതി എന്നു പേരുള്ള ആ 4 വരികൾ. ഇത്തരത്തിൽ ഭാഷാ ഗരിമയുടെ കാര്യത്തിൽ ആശാനെ സമീപിക്കാൻ പോലും സാധിച്ചിട്ടുള്ള മലയാള കവികൾ അപൂർവമാണ്. ആ ഭാഷാ സവിശേഷതകൾ കൂടിയാണ് വലിയ ആന്തരിക സമ്മർദ്ദവും സംഘർഷങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും ഒരു ഭാഷാശില്പമായി മാറുന്ന അനുഭവം നമ്മൾ ആശാനിലെ അനുഭവിച്ചിട്ടുള്ളൂ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി. ഈ സീതാവിചാരങ്ങൾ ഒരിടത്ത് രാമനെ പറ്റി സീത പറയും, നിലയറ്റൊരു നീർക്കയത്തിനുള്ള അലയേക്കാൾ ചുഴിയാം ഭയങ്കരം എന്ന് പറയും. നിലയറ്റൊരു നീർക്കയത്തിനുള്ള അലയേക്കാൾ ചുഴിയാം ഭയങ്കരം. ഇങ്ങനെ പുറമേക്ക് കാണാത്ത ഉൾച്ചുഴികളെ ഭാഷയിൽ ആവിഷ്കരിക്കുക. ഒരു വ്യക്തിയുടെ, ഒരു കഥാപാത്രത്തിന്റെ ഉൾച്ചുഴികളെ, ആന്തരിക സംഘർഷങ്ങളെ ഭാഷാവൽക്കരിക്കുന്നതിൽ ആശാനെ അതിശയിച്ച ഒരു മലയാള കവി പിൽക്കാലത്തുണ്ടായിട്ടില്ല. സീതയിലെ ആദ്യത്തെ ആ ശ്ലോകം തന്നെ നോക്കുക. സുതർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവ് അന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. നമ്മുടെ ഭാഷയിൽ, കാവ്യഭാഷയിൽ ദ്വിതീയാക്ഷര പ്രാസം എന്നൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. 2ാമത്തെ അക്ഷരം ഒരുപോലെ ആയിരിക്കുക. അതുകൊണ്ട് ആശാൻ കാണിക്കുന്ന വലിയ ഒരു മാജിക്ക് നമുക്ക് ഈ വരികളിൽ കാണാം. ആ 2 വാക്കുകൾ, ഒരു ചെറിയ ഊന്നലോട് കൂടി ഞാൻ ഉച്ചരിച്ച ആ 2 വാക്കുകൾ, അതിചിന്ത വഹിച്ചു, അല്ലെ? അതിചിന്ത എന്നൊരു വാക്ക് അതിനു മുൻപും ഇല്ല അതിന് ശേഷവും ഇല്ല നമ്മുടെ ഭാഷയിൽ. അതിചിന്തയാണ് സീത വഹിച്ചിരുന്നത്. ചിന്തയുടെ ഒരു കൊടുംഭാരമാണ് സീത വഹിച്ചിരുന്നത്. അതിചിന്ത വഹിച്ചു. അതുപോലെ അതിമാനിനി എന്നും കാണാം. മാനിനി എന്നല്ല, സ്ത്രീകൾക്ക് ഏറ്റവും അഭിമാനകരമായൊരു വിശേഷണമാണ് അതിമാനിനി എന്നാണ് സീത സ്വയം വിശേഷിപ്പിക്കുക. അതിമാനിനി, മാനിനി എന്ന് മാത്രമല്ല, മാനമുള്ളവളുടെ പേരാണ് മാനിനി എന്നിരിക്കുക. അതിമാനിനി എന്ന് സ്വയം വിശേഷിപ്പിച്ച മലയാള കവിതയിലെ ഒരുപക്ഷെ ഒരേ ഒരു കഥാപാത്രമായിരിക്കും സീത. ആ സീതയാണ് അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ എന്ന് പറയും. ഈ സ്ഥിതി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു നിലയാണ്. ചിന്തകളുടെ ഭാരം കൊണ്ട് സ്തബ്ധയായ ഒരുവളുടെ നിലയാണ്. സ്ഥിതി ചെയ്യുക, ഇരുന്നു എന്നല്ല ആശാൻ പറയുക. അതിചിന്ത വഹിച്ചു ചുമന്നു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. ഇങ്ങനെ വളരെ കണിശമായ ഭാഷയുടെ, കാവ്യഭാഷയുടെ അത്യന്ത സൂക്ഷ്മത കൊണ്ട് കൂടിയാണ് ആശാന്റെ സീതാകാവ്യം ഇപ്പോഴും നമ്മൾ നമ്മുടെ പുതുവായനകളിലും ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ ചില കൽപ്പനകൾ, ഉള്ളടക്കത്തിൽ തന്നെ കടന്നു വരുന്ന അസാധാരണമായ ചില അനുഭവ ലോകങ്ങൾ. ഭ്രാന്തിനെ പറ്റി മലയാള കവിതയിൽ ആദ്യമായൊരു പരാമർശം കടന്നു വരുന്നത് ചിന്താവിഷ്ടയായ സീതയിലാണ്. ഞാൻ ഭ്രാന്തിയായി പോകാതിരുന്നത് നന്നായി. കാരണവും സീത പറയുന്നുണ്ട്, കരണക്ഷതിയാർന്ന വാഴ്വിലും മരണം നല്ലു മനുഷ്യൻ ഓർക്കുകയിൽ. ഭ്രാന്തിയായി ജീവിക്കുന്നതിൽ നല്ലത് മരണമല്ലേ? അതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് വരാത്തത് നന്നായി. ഒന്നുകൂടി പറയുന്നുണ്ട്, അതിനാൽ അഴലിന്റെ കെട്ടഴിഞ്ഞ അതിഭാരം കുറയുമെങ്കിൽ. നമ്മൾ ആദ്യം പറഞ്ഞ അതിഭാരം ഉണ്ടല്ലോ, അതിചിന്തയുടെ ഭാരം, രാമനിൽ നേറ്റ നിന്ദയുടെ, തിരസ്കാരത്തിന്റെ, അവഗണനയുടെ ഭാരം. അതിനാൽ അഴലിന്റെ കെട്ടഴിഞ്ഞ അതിഭാരം കുറയുമെങ്കിലും കരണക്ഷതിയാർന്ന വാഴ്വിലും മരണം നല്ലു മനുഷ്യനോർക്കുക. ഈ ഭ്രാന്തിനെ പറ്റിയാണ് ഒരുപക്ഷെ മലയാള സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഒരു നേരനുഭവിക്കാര്യത്തിലുള്ള ബഷീറിനായിരിക്കും, അല്ലെ? തൻ്റെ ഭ്രാന്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള, ഭ്രാന്തനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു മലയാള സാഹിത്യകാരൻ ബഷീറായിരിക്കും. അതിനു മുൻപ് തന്നെ നിനയാ ഗുണപുഷ്പവാടി ഞാൻ ഇനിയ കാട്ടുകുരങ്ങിനേകുവാൻ, ഇനിയും ഭ്രാന്തിയാവാൻ ഞാൻ ഭാവമില്ല. ഈ കാട്ടുകുരങ്ങ എന്ന് പറയുന്ന ഭ്രാന്താണ്. നമ്മുടെ ഗുണപുഷ്പവാടിയെ, മാനസികമായ വ്യവസ്ഥകളെല്ലാം താറുമാറാക്കുന്ന ആ കാട്ടുകുരങ്ങാണ് ഭ്രാന്ത്. ആ കാട്ടുകുരങ്ങിന് എൻ്റെ ആന്തരിക ലോകം, അതിൻ്റെ ചിട്ട, അതിൻ്റെ വ്യവസ്ഥയെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഭ്രാന്തിനെ പറ്റി ചിന്തിക്കുന്ന, ഭ്രാന്തിനടുത്തു വരെ എത്തിയ ഒരാൾക്കേ അത് പറയാൻ സാധിക്കൂ. ഭ്രാന്തിൻ്റെ ഒരു വിളുമ്പിലെത്തിയ ഒരാൾക്കേ അത് പറയാൻ സാധിക്കൂ. അത്തരത്തിലാണ് ആശാൻ സീതയെ മാറ്റിപ്പണത്. ഇത് വാൽമീകിയുടെ സീതയല്ല, മറ്റൊരു കവിയുടെയും സീതയല്ല. ഒരു ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഒരു ജഡപ്രതിനിധാനം എന്ന നിലയിലുള്ള ഒരു സ്ത്രീ, ഒരു സീതയെ അല്ല ആശാന്റെ സീത. ആശാന്റെ വാൽമീകിയുടെ സീതയോ കാളിദാസന്റെ സീതയോ മറ്റേതെങ്കിലും ഒരു സീതയോ ഭ്രാന്തിനെ പറ്റി സംസാരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. തൻ്റെ ഭ്രാന്തിനെ പറ്റി, ഭ്രാന്തിന്റെ വക്കുവരെ താൻ സഞ്ചരിച്ചെത്തിയ ദൂരത്തെ പറ്റി. മറ്റൊന്ന്,
ഇത് ആശാൻ കവിതകൾ പൊതുവേ ഉള്ളതാണ്. മരണം, ഭ്രാന്ത്, വിഷം, വിഷബാധ എന്നിങ്ങനെ മനുഷ്യാവസ്ഥയുടെ അറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങൾ. സീത അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഉപകരിച്ചു. അതുമാത്രമാണ് ഈ ആത്മഹത്യാ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് തനിക്കും തൻ്റെ കുലത്തിനും ഉണ്ടായ ഒരു ഗുണമെന്ന് സീത പറയുന്നുണ്ട്. ഇങ്ങനെ ഈ അർത്ഥത്തിൽ കൂടിയാണ് ആശാന്റെ സീത ഏറ്റവും ആധുനികയായ സീതയായി മാറുന്നത്. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന, ഭ്രാന്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു ശ്ലോകം മാത്രം, 2 ശ്ലോകങ്ങൾ, അതിന് പഴയ ഭാഷയിൽ യുഗ്മകം എന്നോ മറ്റോ ആണ് പറയുക, ചേർത്ത് വായിക്കേണ്ട 2 ശ്ലോകങ്ങൾ സീത പറയുന്നുണ്ട്. ഗിരിഗഹ്വരം ഉഗ്രമാം വനം, ഹരിശാർദൂല ഗണങ്ങൾ പാമ്പുകൾ, പരിഭീകര സിന്ധു രാക്ഷസ പരീക്ഷയ്ക്കുള്ള നികേതമാതിയായി, നരലോകം ഇതിൽ പെടാവതാം നരകം സർവം അടുത്തെറിഞ്ഞ ഞാൻ, പരമാർത്ഥമുരക്കിൽ അഞ്ചുവാൻ തരമില്ല എന്തിനൊളിച്ചു മന്നവൻ. പറയുന്നതാണ് സകല നരകവും, കാട്, വനം, വന്യമൃഗങ്ങൾ, സമുദ്രം, രാക്ഷസപുരം എന്നിങ്ങനെ എല്ലാ നരകങ്ങളും, നരലോകം ഇതിൽ പെടാവതാം നരകം സർവം അടുത്തെറിഞ്ഞ ഞാൻ. ഇതാണ് തൻ്റെ സ്വത്തുബലം. താൻ അനുഭവിച്ച, കണ്ടറിഞ്ഞ, സഞ്ചരിച്ച നരകങ്ങളാണ് തന്നെ ഇത്രമാത്രം സ്വത്തുബലമുള്ള ഒരുവളാക്കി മാറ്റുന്നത്. ആ തന്നെ എന്തിന് മുൻകൂട്ടി വിവരം പറയാതെ കാട്ടിൽ ഉപേക്ഷിച്ചു. തൻ്റെ ഭർത്താവായ രാജാവ്, നീതിനിഷ്ഠൻ എന്ന് പറയപ്പെടുന്ന സീതാരാമന് കൊടുക്കുന്ന ഒരു വിശേഷമാണ് ആ നയൻ, നയമില്ലാത്തവൻ, നെറികെട്ടവൻ എന്ന് തന്നെ വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം പറയാവുന്ന വിധത്തിൽ ആ നയൻ. ഇത്തരത്തിലൊരു പുതിയ സീതയെ, ഒരു പുതിയ രാമനെ, ആരോപണ വിധേയനായ, പരിമിതികളുള്ള, പോരായ്മകളുള്ള, വിഗ്രഹ സമാനനയല്ലാത്ത ഒരു ഉട്ടഞ്ഞ വിഗ്രഹം പോലുള്ള രാമനെയും ആ രാമനെ വിമർശന വിധേയാക്കുന്ന സീതയെയുമാണ് ആശാൻ സൃഷ്ടിച്ച് ചിന്താവിഷ്ടയായ സീതയിൽ. അതാണ് അതിൻ്റെ കാലാന്തര പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കൊരു 1 മിനിറ്റ് കൂടി ഉണ്ട്. ഗോവിന്ദവർമ്മ സാറിന് ഒരു കൺക്ലൂഡിങ് റിമാർക്സ് പറയാൻ. ഒന്നുമില്ല, സീതമാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആശാന്റെ സീതമാർ ഒരുപാട് ഡൈവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ സ്ത്രീകൾ മാത്രമാണ് കുട്ടിയെ നോക്കുന്നതിനും മറ്റൊക്കെ ഉത്തരവാദിയായി മാറുന്നത്. അപ്പോൾ ചിന്തകൾ, സീതയുടെ ചിന്തകൾ ഇപ്പോഴും വാസ്തവത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര സമൂഹം തിരിച്ചറിയുന്നില്ല എന്നുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ സീതാകാവ്യത്തിന്, ആശാന്റെ സീതാകാവ്യത്തിന് വളരെയധികം സാമൂഹ്യ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സെഷൻ തീരുകയാണ്. ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ആശാന്റെ സീതാകാവ്യം നമ്മളെ കടന്നും ജീവിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവും തോന്നുന്നില്ല. ഏറ്റവും പുതിയ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും അപരിചിതമായ സന്ദർഭങ്ങളിലേക്ക് പോലും പലതരത്തിലുള്ള ആക്സസ് പോയിന്റുകൾ പ്രദാനം ചെയ്യുന്ന ഒരു കാവ്യമാണ് അത്. പിന്നെ ഒരിക്കലും കാലഹരണപ്പെടാൻ നമ്മളുടെ ഭാഷ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു കാവ്യം ആണ് അത്. ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവും തോന്നുന്നില്ല. ഇന്ന് സംസാരിച്ച 2 പേരും ആ കാര്യത്തിന് അടിവരയിട്ടു എന്ന് നന്ദിയോടുകൂടി പരാമർശിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ തീർന്നതായി അറിയിക്കുന്നു. ನ್ಯೂ ರೀಡಿಂಗ್ ಆನ್ ಕ್ಲಾಸಿಕಲ್ ಕ್ಯಾರೆಕ್ಟರ್ಸ್ ಇದರಲ್ಲಿ ಭಾಗವಹಿಸಿದವರು ಶ್ರೀ KV ಸಜ್ಜಯ್, ಗೋವಿಂದ ವರ್ಮ ರಾಜ ಅವರು ಮತ್ತು ಶ್ರೀಯುತ TP ವಿನೋದ್ ಅವರು. ಅವರಿಗೆ ವೇದಿಕೆಯ ಪರವಾಗಿ ನಾವು ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸ್ತೀವಿ. ಮತ್ತು ಈ ಗೋಷ್ಠಿಯ ಸೆಷನ್ ಪಾರ್ಟ್ನರ್ ಆಗಿದ್ದವರು ತಲ್ಲೂರ್ಸ್ ಇನ್ಫೋ ವ್ಯಾಲಿಡೇಷನ್ಸ್ ಪ್ರೈವೇಟ್ ಲಿಮಿಟೆಡ್. ಅವರಿಗೆ ವೇದಿಕೆಯ ಪರವಾಗಿ ನಾವು ಮತ್ತೊಮ್ಮೆ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸ್ತೀವಿ. Thank you, Mr. KV Sajai, Mr. Govinda Varma Raja, and Mr. TP Vinod. That was our 5th session of Book Brahma Literature Festival 2024. Thanking our partners for the day, Platinum partners Ramaya University, University of Applied Sciences, Golden partner LCITA, LCR, Karnataka Tourism, Silver partner Pali Institute, Kalaburgi, Prarthana World School, Associate partners MG Motors, Sapna Book House, SALT, Sheshadripuram Educational Trust, Kaveri Hospital, Selco, Siri, and Kaveri Emporium. Our session partners Abarana, Alvas, Andolana, Ankita Pustaka, Bhavani Industries, Blossoms, Siddhalingeshwara Book Depot, Harivu Books, Kambada Kone, Polestar, Shraddhas, Tallurs, Tescom, Vidyarthi Bhavana and She SR. Print media partners Prajavani, Deccan Herald, Mathrubhumi, Andhra Jyoti. Radio partners Big FM. Digital media partners South First. And institutional partners
Alvaz Modubidre, NMKRV and Surana Educational Institutions.